നമ്മൾ അലിഗേറ്ററും ക്യാറ്റ് ഫിഷിനൊക്കെ ഫീഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഞാൻ ആദ്യം കൊടുത്തപ്പോഴത്തേക്കിനും അവൻ കുറച്ച് ഓട്ടമായിരുന്നു, താഴെ അങ്ങോട്ടും കൂടി നല്ല ഓട്ടമായിരുന്നു. കാരണം കുറച്ച് മുമ്പ് ഞാൻ ഈ വെള്ളത്തിലെ വേസ്റ്റൊക്കെ മാറ്റിയപ്പോഴത്തേക്കിനും അതിൻ്റെ സ്ട്രെസ് ആയിരിക്കാം. അവസാനം നമ്മൾ കൊടുത്ത് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു, പേടിയൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഫുഡ് കൊടുത്ത് എടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ നമ്മുടെ ഈ ഗാറിനെ നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് അറിഞ്ഞു വെച്ചിട്ട് വേണം ഷോപ്പിൽ പോയിട്ട് മേടിക്കാനായിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും അറിയണമെന്നില്ല. ഈ ഗാർ പല ടൈപ്പ് ഉണ്ട്, എനിക്ക് അറിയത്തില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഇത് ഏതാണെന്ന് എനിക്ക് കറക്റ്റ് പിടിയില്ല, അറിയാമെന്ന് പറയുക കേട്ടോ. അപ്പോൾ അത് ഫുഡ് കൊടുത്തപ്പോഴത്തേക്കിനും നമ്മുടെ റെഡ് ടൈൽ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒറ്റയ്ക്കാണ്. മൊത്തം നമ്മൾ 4 ഉണ്ടായിരുന്നു. 2 നമ്മുടെ മിസ്റ്റേക്ക് കാരണമാണ് ഡെഡായത്, കുരുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ഞാനത് കുറേ PVC പൈപ്പ് അതേപോലെ കുറച്ച് കല്ലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ അവൻ കുടുങ്ങിപ്പോയി, അങ്ങനെ ഡെഡായതാണ്. അങ്ങനെ ഇവർക്ക് ഫുഡ് കൊടുത്തതിന് ശേഷം നമ്മുടെ ഐറ്റം വേറെ സാധനങ്ങൾ കിടപ്പുണ്ട്. അപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കാമെന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്നല്ലോ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കാര്യമാണ്. കാരണം അമ്മമാർക്ക് കൊടുക്കുമ്പോൾ പെട്ടെന്ന് അടിക്കും. നമുക്ക് ഇപ്പോൾ നമ്മൾ വളർത്തുന്ന മീനുകൾക്ക് നമ്മൾ ഫുഡ് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നത് നമുക്ക് കാണാൻ ഒരു രസമായിരിക്കും. പിന്നെ ഇപ്പോൾ ഇവർക്ക് എൻ്റെ കയ്യിൽ കുറേ വീട്ടിലുള്ള സാധനമാണ്. പിന്നെ ഇപ്പോൾ പുതിയ വന്ന ആൾക്കാർക്കാണ് കുറച്ച് പാട്. അതെല്ലാം ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കാം. നമ്മൾ വാങ്ങിച്ചു കൊണ്ട് വരുമ്പോഴത്തേക്കിനും അവർക്ക് കുറച്ച് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കാണും. ടാങ്ക് മാറുന്നുണ്ട്, സിറ്റുവേഷനൊക്കെ മാറി നിൽക്കുകയല്ലേ, വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ആയിക്കോട്ടെ എല്ലാം കൊണ്ടവർക്ക് ശരി ഒരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ ഇവർക്ക് ഫുഡ് കൊടുക്കാമെന്ന് പറയുമ്പോഴത്തേക്കിനും എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യമാണ്. ഇതിനകത്ത് നമ്മളെപ്പോഴും പറഞ്ഞ കാര്യമാണ്, ആൽബിനോ ക്യാറ്റ് ഫിഷ് അതുപോലെ സ്പോട്ടഡ് ക്യാറ്റ് ഫിഷ്, ആഫ്രിക്കൻ ക്യാറ്റ് ഫിഷ് ഒക്കെയാണ് കിടക്കുന്നത്. റെഡ് ടൈൽ എൻ്റെ ഇല്ലായിരുന്നു. അപ്പോൾ റെഡ് ടൈൽ ഞാൻ ഈ ഇടയ്ക്കാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം റെഡ് ടൈൽ എല്ലായിടത്തും അങ്ങനെ കിട്ടത്തില്ല, നമ്മുടെ ഇവിടെയൊക്കെ കിട്ടാൻ കുറച്ച് പാടാണ്. ഇപ്പോൾ വന്ന സമയത്ത് ഞാനിങ്ങനെ 2 മേടിച്ചു. അപ്പോൾ 2 മാത്രം അവന്മാർ ഫീൽഡ് എടുക്കാനായിട്ട് നല്ല പാടുണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് ഞാൻ കാരണം ഇവർ ഗ്രൂപ്പാണെങ്കിൽ മാത്രമേ കുറച്ചും കൂടി പവർഫുള്ളായിട്ട് ഇവർ വരുള്ളൂ. അപ്പോൾ 2 കൂടെ ഞാൻ പിന്നെയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കുറേ സൈസ് ഉള്ളതായിരുന്നു. പക്ഷേ അവർ 2 പേരുമാണ് കുരുങ്ങി ഡെഡായി പോയത്. പിന്നെ ഒരെണ്ണം എങ്ങനെ ഡെഡായെന്ന് അറിയാൻ വയ്യ. ഒരെണ്ണത്തിനകത്ത് ഡെഡായിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളമൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു. ഇപ്പോൾ നമ്മൾ ഈ മീനൊക്കെ ഫുഡ് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഊറി ഇവിടെ നിന്നിട്ട് ഭയങ്കരമായിട്ടും എനിക്കും വേണമെന്നുള്ളൊരു ഭാവമൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവരെ ഞാൻ പറ്റിച്ചു. പിന്നെ ഈ മീനിൻ്റെ വേസ്റ്റ് അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. കാരണം എനിക്ക് അറിയത്തില്ല, അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ പറയുക. ഞാൻ ഇതിനൊന്ന് വളർത്തി എനിക്ക് വലിയ പരിചയം കാര്യമൊന്നും ഇല്ല. കാരണം ഈ ഡോഗ്സിനൊക്കെ മീൻ നമുക്ക് പരിചയമുണ്ട്. ഡോഗിനെ എനിക്കങ്ങനെ വലിയ താല്പര്യമുള്ള സാധനമായിരുന്നു, പക്ഷേ ഇപ്പം ഇഷ്ടമാണ്. അങ്ങനെ കുറച്ച് നേരം പച്ചവന് കൊടുത്തു. ഇപ്പോൾ ഒരു ടെററും മുകളിൽ പപ്പിയാണെന്നുണ്ടെങ്കിലും പൊമറൈനാണെന്നുണ്ടെങ്കിലും ഇപ്പം മുഖത്തൊക്കെ ബ്ലഡൊക്കെ വന്നിട്ട് ടെറർ ലുക്കാക്കി നമ്മൾ അതിനൊരു ഭീകര ലുക്കാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒന്നും കൂടി എന്തായാലും കുറച്ചുകൂടെ കൊടുത്ത് നോക്കാമെന്ന് കരുതുന്നു അലിഗേറ്ററിന്. അലിഗേറ്ററിന് ഞാൻ വീട്ടിൽ കുറച്ച് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ അതും കഴിക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എത്ര സൈസ് വെക്കും എന്നുള്ള കാര്യം നമുക്ക് കറക്റ്റ് അറിയത്തില്ല, നമുക്ക് നോക്കാം. കാരണം ഞാൻ കൊണ്ടുവന്ന് തന്നെ ഇപ്പോൾ അത്യാവശ്യം സൈസ് വെച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ മനസ്സിലായി, ഏകദേശം 1 മാസം പോലും ആവുന്നതിന് മുന്നേ തന്നെ അവർക്ക് അത്യാവശ്യം സൈസ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ വാഹയുടെ ടാങ്കിലേക്ക് പോയി. ഞാൻ അവിടെ ടാങ്ക് സെറ്റും കാലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവന്മാർക്ക് ഇപ്പം പേടി നല്ല രീതിയിൽ മാറി വരുന്നുണ്ട്. നമ്മൾ നെത്തുള്ള തലയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ക്യാച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ അധികം വെട്ടമൊക്കെ ആകുന്ന സമയത്ത് അത് മിക്ക മീനുകളും അങ്ങനെ ആയിരിക്കാം. നമ്മുടെ മിക്ക ഫിഷുകളും ഈ പറയും പോലെ ഇരുട്ടത്തായിരിക്കും അവർക്ക് ഇര പിടിക്കാനായിട്ട് കുറച്ചും കൂടി ഒരു ടെൻഡൻസി കൂടുതലെന്ന് തോന്നും. പിന്നെ അവരുടെ കണ്ണിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് അവർക്ക് ആ ടൈമാണ് കൂടുതലും കാശക്തി കിട്ടുന്നത്. അങ്ങനെ കുറച്ച് മീനുകളൊക്കെ ഉണ്ട്. അതിനെപ്പറ്റി കറക്റ്റ് കാര്യം നമുക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ വാഹകൾക്കും നെറ്ററും ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അവർക്ക് ഫീഡും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നട്ടർ ഫുഡ് കൊടുക്കാൻ ഞാനങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് ഗപ്പീസ് കുഴപ്പമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഗപ്പീസ് കുറച്ച് ബ്രീഡായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇന്നലെ പുതിയ ഒരു 2 ജോഡി വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ ഫുള്ള് വൈറ്റ് എൻ്റെ ഇല്ലായിരുന്നു. ഞാനങ്ങനെ ഗപ്പിയൊന്നും അധികം വളർത്തില്ലായിരുന്നു. പിന്നെ ഇപ്പം ഗപ്പിയുടെ കൗതുകം തോന്നിയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടിരിക്കുകയാണ്. ഇതിനകത്ത് കുഞ്ഞുങ്ങളാണെന്ന് കുഞ്ഞുങ്ങളല്ല, നമ്മുടെ ഇലക്ട്രിക് ബ്ലൂ ആണ്. ഇലക്ട്രിക് ബ്ലൂ ബ്രീഡായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവന്മാർ കുറച്ച് കൂടുതലുണ്ടായത് കൊണ്ടിട്ട് കുഞ്ഞുങ്ങളൊക്കെ കുറേ കഴിച്ചു. നമുക്ക് അവസാനം കിട്ടിയത് വെറും 3 കുഞ്ഞുങ്ങളെയാണ്. അപ്പോൾ 3 കുഞ്ഞുങ്ങളെ മാറ്റി ഞാൻ വേറെ ഇതിനകത്തിട്ടുണ്ട്, ഈ ബേസിൽ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ടെമ്പോയറാണ്. അവരുടെ കുഞ്ഞുങ്ങളെയും കുറേ കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കഴിച്ചോളാം, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ അവന്മാരെ ഇപ്പോൾ ഇത് നമ്മൾ ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഫുൾ വൈറ്റാണ്. പിന്നെ ഇതിനകത്ത് ഇവൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയാൻ മേല കേട്ടോ. ഞാൻ ഇന്നലെ പോയിട്ട് നമ്മുടെ ഷോപ്പിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ പേര് വിട്ടുപോയി. എന്താണെന്ന് അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. പിന്നെ എല്ലാത്തിനും കുഞ്ഞുങ്ങൾ നമ്മൾ സെപ്പറേറ്റ് വേറെ ടാങ്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് ഓക്സിജനും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുത്തിട്ടൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഫുൾ റെഡ് ഗപ്പിയാണ്. ഫുൾ റെഡ് ഗപ്പി ബ്രീഡ് ആവാറായിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം പ്രഗ്നൻ്റ് ആണെന്ന് തോന്നുന്നു കാണുമ്പോൾ. പിന്നെ ഞാൻ കുറച്ചിങ്ങനെ ചെടിച്ചട്ടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് മോഡിഫൈ ചെയ്യണം.